മിക്കയിടത്തും പറയും അനുഭവത്തിൽ നിന്നാ. ഞാൻ വേറൊരു ദൈവദാസനും കുടുംബവും ഞാനും കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, ഞാൻ വേറെ 2 ദൈവദാസന്മാരും വണ്ടി ഓടിക്കുന്ന സഹോദരൻ സാമും ഉണ്ട്. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ അവരുടെ കൂടെ ദൂരെ യാത്രയ്ക്ക് പോവുക, എനിക്കും ശുശ്രൂഷയുണ്ട്. അപ്പം അവരുടെ വണ്ടിയിൽ അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ റോഡിൽ കൂടെ ഒരു ദൈവദാസൻ ട്രാക്റ്റുമൊക്കെ കൊടുത്തേച്ച് നടന്നു വരുന്നു, ഒരു സാധുവായ മനുഷ്യന്. അപ്പം ഈ വണ്ടിക്കകത്തിരുന്ന സഹോദരൻ പറഞ്ഞു, ഈ ഒരു ദൈവദാസനാണല്ലോ പോകുന്നത്. ഉടനെ ഇവൾ എടുത്ത വായുടെ പറയോ, ഓ അയാൾ ഇങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. ആ ഭാഷ പാടില്ലായിരുന്നു, അഹങ്കാരത്തിൻ്റെ കൂടുതലാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സൂക്കേടുണ്ടാകും. എൻ്റെ സൂക്കേട് കൊണ്ടാ പല വഴികളും അടഞ്ഞത്, അത് വേറൊരു വിഷയം. എന്നാലും എനിക്ക് സൂക്കേടുണ്ട്. ഇവള് പറയാ അയാളിങ്ങനെ തെണ്ടി കിടക്കാം. ഞാൻ പറഞ്ഞു, സാമയെ വണ്ടി നിർത്തടാ, വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞു, അയാളും തെണ്ടി നമ്മളും തെണ്ടി. അയാൾ റോഡിൽ നടന്ന് തെണ്ടുന്നു, നമ്മൾ കാറിൽ പോയി തെണ്ടുന്നു. അയാൾ മുണ്ടെടുത്തോണ്ട് തെണ്ടുന്നു, നമ്മൾ പാൻറ് ഇട്ടുകൊണ്ട് പോയി തെണ്ടുന്നു. അയാൾ കേരളത്തിൽ തെണ്ടുന്നു, നമ്മൾ അമേരിക്കയിലും ഗൾഫിലും പോയി തെണ്ടുന്നു. അയാൾ തെണ്ടി 50 രൂപ മേടിക്കുന്നു, നമ്മൾ തെണ്ടി 50 ലക്ഷം മേടിക്കുന്നു. അയാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി, നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള തെണ്ടി. അയാൾ സൈക്കിളിൽ പോയി തെണ്ടുന്നു, നമ്മൾ വിമാനത്തിൽ പോയി തെണ്ടുന്നു. അയാളുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ, നമ്മുടെ ഭാര്യയും തെണ്ടിയുടെ ഭാര്യ, എല്ലാവരും തെണ്ടി, മൊത്തം തെണ്ടി, വണ്ടി വിടറാന്ന് പറഞ്ഞു.